തിരുവാഭരണ ഘോഷയാത്രാ സംഘം ശബരിമലയിൽ നിന്നും തിരികെ പന്തളത്തെത്തിച്ചേർന്നു. രാവിലെ 8 മണിയോടെയാണ് ഘോഷയാത്രാ സംഘം പന്തളത്തെത്തിയത്. പന്തളം കൊട്ടാരം നിർവാഹക സംഘം ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്നും ഏറ്റുവാങ്ങിയ തിരുവാഭരണങ്ങൾ ഇനി സ്രാമ്പിക്കൽ കൊട്ടാരത്തിലാണ് സൂക്ഷിക്കുക. അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം തിരികെ പന്തളത്ത്. ചടങ്ങുകൾ പൂർത്തിയാക്കി സന്നിധാനത്ത് നിന്നും തിരുവാഭരണ പാതയിലൂടെ മടങ്ങിയ ഘോഷയാത്രാ സംഘം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പന്തളത്ത് എത്തിച്ചേർന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ ആറന്മുള മങ്ങാട്ട് കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ഘോഷയാത്രാ സംഘം രാത്രി ഇവിടെ വിശ്രമിച്ചു. ഇന്ന് പുലർച്ചെ ആറന്മുളയിൽ നിന്ന് തിരിച്ച് കുറിയാനിപ്പള്ളി, ഉള്ളന്നൂർ, കുളനട വഴിയാണ് പന്തളത്ത് എത്തിയത്. ഘോഷയാത്രാ സംഘത്തിന് പന്തളത്ത് ദേവസ്വം ബോർഡ്, നഗരസഭ, വലിയ കോയിക്കം ക്ഷേത്ര ഉപദേശക സമിതി, വിവിധ ഭക്തജന സംഘടനകൾ സ്വീകരണങ്ങൾ നൽകി. പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെത്തിയ തിരുവാഭരണ പെട്ടികൾ ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്ന് കൊട്ടാരം നിർവാഹക സംഘം ഏറ്റുവാങ്ങി സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ചു. ഘോഷയാത്ര മടങ്ങും വഴി പേരിനാട് കക്കാട്ട് കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പ്രതിഷ്ഠയിൽ ചാർത്തി വിശേഷാൽ ദർശനവും നടന്നു. പേരിനാട് ക്ഷേത്രത്തിൽ തിരുവാഭരണം ചാർത്തി ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അയ്യപ്പസ്വാമിയുടെ പിറന്നാളായ കുംഭത്തിലെ ഉത്രത്തിനും വിഷുവിനുമാണ് ഇനി പന്തളത്ത് തിരുവാഭരണങ്ങൾ ദർശനത്തിനായി തുറക്കുന്നത്. ജനം, പത്തനംതിട്ട.